അടുത്തൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയാണെങ്കിൽ ശരണ്യയ്ക്ക് ആഹാരവും കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. ശരണ്യയാണെങ്കിൽ അലീന പറയുന്നത് പോലെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, മോള് സമാധാനമായിട്ടിരിക്കുക, മോളുടെ കൂടെ ഞാനുണ്ട്, എന്ത് സങ്കടവും ഈ ചേച്ചിയോട് പറയാമെന്ന് അലീന പറയുകയാണ്. അപ്പോഴത്തേക്ക് ശരണ്യയ്ക്കൊരു ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ആഹാരവും കുറേ നാളിന് ശേഷം ആഹാരവും കാപ്പിയൊക്കെ കുടിച്ചതിൻ്റെ ഒരു സന്തോഷം ശരണ്യയുടെ അമ്മയ്ക്കും ഉണ്ട്. ഇനി മോള് റെസ്റ്റ് എടുത്തോ ചേച്ചി, ഇടയ്ക്ക് മോളെ കാണാൻ വരാം. ഇനി അമ്മ കൊണ്ടുവരുന്ന ആഹാരമെല്ലാം കഴിക്കണം, പഴയതുപോലെ ആവണം. മോക്കൊന്നും പറ്റിയിട്ടില്ല, മോക്കാണെങ്കിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടതെല്ലാം മോളെ ഈ വിധത്തിലാക്കിയവന്മാർക്കാണ്. അവർക്കിനി പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല, അവർക്കൊരു ജീവിതമില്ല. അതാണ് മോൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ശരണ്യ അവിടെ കടത്തിയിട്ട് അലീനയാണെങ്കിൽ ശരണ്യ അടുത്ത് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. ഇറങ്ങാൻ നേരത്ത് ശരണ്യയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ശരണ്യയുടെ അമ്മ പറയാണ്, മോളിവിടെ വരുന്നതിൽ ഞങ്ങളെല്ലാം വിലക്കിയെങ്കിലും എൻ്റെ മോളെ കാണണമെന്ന് വാശി പിടിച്ചു. അതിപ്പോൾ ഒരു ദൈവം അയച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര നാളിന് ശേഷമാണ് എൻ്റെ മോളൊന്ന് ആഹാരം കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ച് ഞാൻ കാണുന്നത്. അത് മോള് വന്നതുകൊണ്ട് മാത്രമാണ് നടന്നതെന്ന് പറയുകയാണ്. മോളെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഉള്ളവരെല്ലാം കൂടെ മോളെ കൊല്ലാനാണ് നോക്കിയത്. പക്ഷേ ആ ഒരു പകയോ വിദ്വേഷമോ എൻ്റെ മോളോട് മോള് കാണിക്കാതെ എൻ്റെ മോളോട് സ്നേഹം മാത്രമാണ് കാണിച്ചത്. അതിന് എനിക്ക് നന്ദി പറയാനുണ്ട്. മോൾ ഇനിയും ഇടയ്ക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ വരണം. അവളെ പഴയ വിധത്തിലേക്ക് കൊണ്ടുവരാൻ മോൾക്ക് പറ്റുമെങ്കിൽ എന്നെ സഹായിക്കണം എന്ന് ശരണ്യയുടെ അമ്മ പറയാണ്. അപ്പം അലീന പറയാണ്, അമ്മേ, എനിക്ക് അമ്മയുടെ മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഒരു ദേഷ്യവും ആരോടുമില്ല. അവർ ഞാൻ ആളാരാന്ന് അറിയാതല്ലേ എന്നോട് ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് എനിക്കൊരു ദേഷ്യവും ഇല്ല. പിന്നെ ശരണ്യ എൻ്റെ അനിയത്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് രേവതിക്കുട്ടി എന്ന് പറയുന്നൊരു അനിയത്തിയുണ്ട്. അതുപോലെ തന്നെയാണ് ശരണ്യ എന്നെക്കൊണ്ടാവുന്ന വിധം അവളെ ഞാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശരണ്യയുടെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ശരണ്യ അവിടെ നിന്ന് ഇറങ്ങിയാണ്. ശരണ്യയുടെ സഹോദരന്മാരും അവിടെ നിൽപ്പുണ്ട്. അലീനയെ കാണുമ്പോൾ അവർ തല കുനിച്ചിരിക്കുകയാണ്. അങ്ങനെ ശരണ്യ അവിടെ നിന്ന് നേരെ പോകുന്നത് ഷാജിയുടെ വീട്ടിലേക്കാണ്. ഷാജിയാണെങ്കിൽ ഓട്ടയായിട്ട് റെഡിയായിട്ട് ഇരിക്കുകയാണ് അലീനയെ കൊണ്ടുപോകാൻ. അങ്ങനെ എന്തായി അവിടുത്തെ കാര്യം, അലീന പോയിട്ട് എന്തായി എന്നുള്ളൊരു ടെൻഷനിൽ തന്നെ നിൽക്കുകയാണ് അവരെല്ലാവരും. അപ്പോൾ നോക്കുമ്പോൾ അലീന വരുന്നുണ്ട്. അലീന നല്ല സന്തോഷത്തോടെയാണ് വരുന്നത്. അപ്പോൾ ഷാജി ചോദിക്കുന്നുണ്ട്, എന്തായി, അവർ ശരണ്യയെ കാണിച്ചു തന്നോ എന്ന് ചോദിക്കണം. അപ്പോൾ അലീന പറയാണ്, ഞാൻ കയറി ശരണ്യയെ കണ്ട് ശരണ്യയ്ക്ക് ആഹാരവും കാപ്പിയൊക്കെ കൊടുക്കുകയും ചെയ്ത് അവൾ എണീച്ചിരുന്ന് എന്നോട് സംസാരിച്ച്. അപ്പോൾ ഷാജി അത്ഭുതത്തിൽ ചോദിക്കുകയാണ്, അത് കൊള്ളാലോ, തൻ്റെ കയ്യിൽ എന്ത് മാജിക്കാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ്. അത് മാജിക്കൊന്നും അല്ല ഷാജി ഏട്ടാ, സ്നേഹം. എനിക്ക് മനസ്സിലാവും ആ കുട്ടിയുടെ അവസ്ഥ. ഞാൻ ഇതുപോലെ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ കുട്ടിയുടെ അവസ്ഥ നന്നായിട്ട് മനസ്സിലാവും. അവളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ അവൾ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൾ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല. അവളെ കൈ പിടിച്ച് ഉയർത്തണം എന്ന് അലീന ഷാജിയെടുത്ത് പറയാണ്. ഈ സമയത്ത് ഷാജിയുടെ അമ്മയും സഹോദരി അകത്തുനിന്ന് ഇറങ്ങി വരികയാണ്. അപ്പം അങ്ങോട്ട് ചെന്നിട്ട് പറയാണ്, എനിക്ക് നിങ്ങളെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ നല്ലൊരു അയൽക്കാരെ കണ്ട്, അതേപോലെ എനിക്ക് തുണിയും അതുപോലെ ആഹാരവും തന്ന് സഹായിച്ച് നല്ല കുറേ മനുഷ്യജന്മങ്ങളെ ഞാൻ കണ്ടെന്ന് പറയാണ്. ഒരിക്കലും മറക്കത്തില്ല നിങ്ങളെ ആരെയും എന്ന് പറയുകയാണ് അലീന ഷാജിയുടെ അമ്മയടുത്തും സഹോദരിയടുത്തും. നിങ്ങളെല്ലാം നന്മയുള്ളവരാണെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവിടുന്ന് ഷാജിയുടെ ഒട്ടയിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് അവിടെ പോലീസ് എത്തുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീന അവിടുന്ന് നേരെ അങ്ങ് വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ ആകപ്പാടെ ടെൻഷനിലാണ്. അലീന പോയിട്ട് ഇത്രയും നേരമായിട്ട് കാണുന്നില്ല, എന്തെങ്കിലും ഇനി അവിടെ പ്രശ്നം ഉണ്ടായോ? ആകപ്പാടെ ടെൻഷൻ ഇരിക്കുമ്പോഴാണ് അലീന വരുന്നത്. അലീന വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ബാലേന്ദ്രൻ ചെന്ന് തുറക്കുന്നുണ്ട്. എത്ര നേരമായി മോള് പോയിട്ട്, എന്താ ഇത്രയും താമസിച്ചതെന്ന് ചോദിക്കുകയാണ്. അതച്ഛാ, അത് അവിടെ ചെന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്ത് പ്രശ്നമാണ് ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അലീന പറയാണ്, ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ കടപ്പാട്ടൂരിലെയാണെന്ന്, ഞാൻ ഈ വീട്ടിലെ രോഹിത്തിൻ്റെ പെങ്ങളാണെന്നും പറഞ്ഞ് അവരെല്ലാവരും എന്നെ ഫോളോ ചെയ്തിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുകയാണ്. മണ്ണെണ്ണ ഒഴിച്ചെന്ന് എല്ലാവരും കൂടെ തീ കൊളുത്താൻ ഒരുങ്ങിയെന്നുള്ള കാര്യമൊക്കെ ബാലേന്ദ്രൻ കേട്ട് നിൽക്കുകയാണ്. ബാലേന്ദ്രൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഷാജിയേട്ടൻ, ഞാനാണെങ്കിൽ ഇടയ്ക്ക് അനാഥാലയത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ ഷാജിയേട്ടൻ്റെ ഓട്ടയാണ് വിളിക്കുന്നത്. ഷാജിയേട്ടൻ വന്ന് എന്നെ രക്ഷപ്പെടുത്തിയാണെന്ന് പറയുകയാണ്. ചിലപ്പോൾ അച്ഛൻ എന്നെ ഭാഗ്യം കൊണ്ടായിരിക്കും ഇപ്പം കാണാൻ പറ്റിയത്, അല്ലെങ്കിൽ അവരെല്ലാം കൂടെ എന്നെ ചുട്ട് ചാമ്പലാക്കിയെന്ന് പറയുകയാണ്. അത്രയ്ക്ക് അവിടുത്തുള്ള ആൾക്കാർ രോക്ഷാകുലരായിരുന്നെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പറയാണ്, ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് അങ്ങോട്ട് പോകണ്ടെന്ന്, അവിടുത്തെ ആൾക്കാർ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, ഞാൻ പറഞ്ഞതല്ലേ, നീ കേൾക്കാതല്ലേ പോയത്, എന്നിട്ട് അവിടെ ചെന്ന് ആ കുട്ടിയെ കാണാനും പറ്റില്ലല്ലോ, പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്.
അവരെങ്ങാനും എന്തെങ്കിലും നിന്നെ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പം അലീന പറയാണ്, ഞാൻ ആ കുട്ടിയെ കണ്ടച്ചാ. നീ കണ്ടോ? എങ്ങനെ കണ്ട്? അവരെല്ലാവരും കൂടെ നിന്നെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഷാജിയേട്ടൻ എന്നെ രക്ഷിച്ച്. അവിടെ ചെന്ന് ഷാജിയേട്ടൻ്റെ പെങ്ങളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിടാൻ തന്നു. അതിന് ശേഷം ഞാൻ വീണ്ടും ചെന്നു. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, ഇത്രയും സംഭവം ഉണ്ടായിട്ട് നിനക്ക് എന്ത് ധൈര്യത്തിലാണ് നീ വീണ്ടും അങ്ങോട്ട് പോയത്? അപ്പോൾ അലീന പറയാണ്, ആ കുട്ടിയെ കണ്ടേ പറ്റൂ. അങ്ങനെ അതിനെ എനിക്ക് കാണണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ ഞാൻ വീണ്ടും പോയെന്ന് പറയാണ്. നീ അങ്ങോട്ട് പോയിട്ട് പിന്നെ അവരൊന്നും പറഞ്ഞില്ലേ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. ഞാൻ പിന്നെ അവരോട് കാര്യം പറഞ്ഞു. ഞാനാണെങ്കിൽ ശരണയെ കാണാനാ സംസാരിക്കാനാ വന്നത്, അല്ലാതെ ഞാൻ വേറൊന്നും പറയാനല്ല എന്നും പറഞ്ഞ് അച്ഛനോടും അമ്മയോടും സംസാരിച്ചു. അവസാനം ഞാൻ ആ കുട്ടിയെ കയറി കണ്ടെന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ആ കുട്ടിയുടെ അവസ്ഥ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനാണ്. ഭയങ്കര വിഷമത്തോടെയാണ് ബാലേന്ദ്രൻ ചോദിക്കുന്നത്. അച്ഛാ, അതെനിക്ക് അച്ഛനോട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ആ കുട്ടിയുടെ ആ മാനസികാവസ്ഥ. ഞാൻ ചെല്ലുമ്പോൾ ഒരു ഇരുണ്ടടഞ്ഞ മുറിയിൽ ഇങ്ങനെ മൂടി പുതച്ച് കിടക്കുകയാണ്. അവിടെ ചെന്ന് ആ ശരണയുടെ അമ്മ ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് പേടിച്ച് കിടക്കുകയാണ്. വെട്ടത്തെ പോലും അതിന് പേടിയാണ്. ആ ഒരു മാനസികാവസ്ഥയിലാണ് പലരും വന്ന് അതിന് കൗൺസിലിങ്ങൊക്കെ കൊടുത്തിട്ടും അതിനൊരു മാറ്റമില്ല. അത് മാനസികമായി ഭയങ്കരമായിട്ട് പേടിച്ച് പോയിട്ടുണ്ടെന്ന് പറയാണ്. ഇത് പറയുമ്പോഴൊക്കെ അലീനയുടെ കണ്ണ് നിറയാണ്. ബാലേന്ദ്രൻ ഇങ്ങനെ സങ്കടത്തോടെ കേട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അവളെ വിചാരിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് അച്ഛാ അതിൻ്റെ കാര്യം. ഒരു പാവപ്പെട്ട അച്ഛനും അമ്മയും 2 സഹോദരങ്ങളും അവരുടെ കുടുംബം താറുമാറായി. ആ കുട്ടി ഇനി എങ്ങനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാണ്. അതിനെ കൈ പിടിച്ച് കയറ്റണം അച്ഛാ, അല്ലെങ്കിൽ ഇത് വല്ല ആത്മഹത്യയും ചെയ്യത്തേ ഉള്ളെന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് പറയാണ്. അത്രയ്ക്ക് ക്രൂരത അതിനോട് കാട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് അലീന. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രന് വിഷമാവുന്നുണ്ട്. ഞാൻ അതിനെ സമാധാനിപ്പിച്ച്, അതാണെങ്കിൽ ആഹാരവും വെള്ളവും ഒന്നും കുടിക്കാതെയാണ് ശരണയുടെ അമ്മ എൻ്റെ കണ്ടുന്ന ആഹാരവും വെള്ളവും കൊടുക്കാൻ തന്ന്. ഞാനങ്ങനെ അതിന് ആഹാരവും വെള്ളമൊക്കെ കൊടുത്ത് എന്നെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞ് അതിൻ്റെ സങ്കടങ്ങളെല്ലാം എന്നോട് പറഞ്ഞച്ചാ. ഇനി എന്തിനാ ജീവിച്ചിരിക്കണമെന്നാണ് അതിൻ്റെ ഒരു ചിന്ത. ഞാൻ എന്ത് പറയാനാ? അതിനെ സമാധാനിപ്പിച്ച് ഇനിയും ഞാൻ അങ്ങോട്ട് പോവുവച്ച. അതിനെ കൈ പിടിച്ച് കയറ്റണം, ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ കുടുംബം നശിച്ചു പോകത്തേ ഉള്ളൂ. ബാക്കി പ്രതികളെ അവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ കൊല്ലുമെന്ന് പറയുന്നത് ശരി തന്നെ. അത്രയ്ക്കും ആ വീട്ടിൽ സങ്കടങ്ങളുണ്ട്. 2 സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങൾ ഞാൻ രോഹിത്തിൻ്റെ സഹോദരിയാണെന്നും പറഞ്ഞാൽ എന്നെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചത്. അത്രയ്ക്ക് ദേഷ്യമാണ് അവർക്ക് ആ പ്രതികളുടെ എന്ന് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ്റെ ഭയങ്കര വിഷമം വരുന്നുണ്ട്. ബാലേന്ദ്രൻ പറയാണ്, എന്തായാലും നീ പോയ കാര്യം നടന്നല്ലോ, ആ കുട്ടിയെ കണ്ട് സംസാരിച്ച്, ഇനി അങ്ങോട്ട് പോകണ്ട എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, ഞാൻ ഇനിയും പോവച്ചാ, അതിനെ കാണണം, അതിനെ കണ്ട് സംസാരിക്കണം എന്ന് പറയാണ്. എന്നും പറഞ്ഞാൽ അലീന അങ്ങ് പോവുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തിന് ശേഷം വീട്ടിലെന്തോ ഒരു വണ്ടി വരുന്നുണ്ട്. അങ്ങനെ അലീന ഓടിച്ചെന്ന് ജനലിൽ നോക്കുമ്പോൾ പോലീസ് വണ്ടി. രമേശ് നമ്പ്യാർ അതിനകത്ത് നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ സംശയത്തോടെ നിൽക്കുകയാണ്. ഈ സമയത്താണ് ബാലേന്ദ്രൻ പുറത്തേക്ക് വരുന്നത്. ബാലേന്ദ്രൻ പുറത്തേക്ക് വരുമ്പോൾ പോലീസ് കൊണ്ട് ഇരിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ ഇങ്ങോട്ട് വന്നത്? ഇനി ആരെങ്കിലും അറസ്റ്റ് ചെയ്യാനോ വാറൻറ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രമേശ് നമ്പ്യാർ ഒന്ന് വല്ലാതാവുന്നുണ്ട്. ഇപ്പം വന്നത് ഞാൻ നിങ്ങളെ സഹായിക്കാനാണെന്ന് പറയാണ്. ഞങ്ങളെ സഹായിക്കണോ? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ആശുപത്രി കിടന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ഇവിടുന്ന് ഒരു കൊച്ചിനെ കൊണ്ടുപോയിട്ട് ഒരു ദിവസം മൊത്തവും ആ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി കഷ്ടപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാണ്. അപ്പം എസ് ഐ പറയാണ്, ഇപ്പം ഞങ്ങൾ നിങ്ങളെ ദ്രോഹിക്കാനല്ല വന്നത്, നിങ്ങളെ സഹായിക്കാനാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ എടുത്ത് അതിനകത്തുള്ള വീഡിയോ ബാലേന്ദ്രനെ കാണിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്.